പപ്പ ചായ കുടിക്കണമെന്ന് വിചാരിച്ചതും മോള് ചായ കൊണ്ടുവന്നതും ഒരുമിച്ച. പപ്പ എന്തിനാ തേക്കുന്നത്? ഞാൻ തേച്ചനല്ലോ. ഞായറാഴ്ചയായിട്ട് എന്തെങ്കിലും പണി വേണ്ടേ? അതെ, മോള് മരുന്ന് കഴിച്ചോ? എനിക്ക് സുഖമായി. പപ്പ പിന്നെ അയ്യോ, തൊലിക്ക് കട്ടിയുള്ളോണ്ട് കരിഞ്ഞില്ല. എന്താ മോളെ? എന്തോ കാര്യമുണ്ടല്ലോ. പപ്പ പിന്നെ പറഞ്ഞോ മോളെ. എനിക്ക് നാണോ? ഞാൻ കണ്ടുപോത്തേക്കാം. എനിക്ക് രാജീവ് ഡോക്ടറെ ഇഷ്ടം. എനിക്കും ഇഷ്ടമാ, നല്ല ഡോക്ടർ. പപ്പയ്ക്ക് എപ്പോഴും തമാശയാ. ഒരാൾ നല്ലതാണെന്ന് പറയുന്നത് തമാശാണോ? പിന്നെ ഡോക്ടർ എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു. മോളെ, ഞാൻ എവിടെ? വീട്ടിൽ തന്നെ അല്ലേ? പപ്പയുടെ ഒരു തമാശ. മോളെ, നീ തമാശ അല്ല പപ്പ, പപ്പയുടെ അനുവാദം ചോദിക്കാൻ ഡോക്ടർ പറഞ്ഞതാ. പപ്പയ്ക്ക് ഇഷ്ടമല്ലേ? എനിക്കിഷ്ടമാണോന്നോ? 1000 വട്ടം ഇഷ്ടമല്ലേ? മഞ്ഞൾ വിരിഞ്ഞ പൂവേ, ഇളം പൂവേ, ലലല ലലല. അതിനാൽ ക്രിസ്ത്യാനിയല്ലല്ലോ. അപ്പൊ പിന്നെ അച്ഛന്മാര്? അത് സാരമില്ല പപ്പ. സാരമില്ലെങ്കിൽ സാരമില്ല. സേവിയറിനെ കർത്താവ് രക്ഷിക്കും. അച്ഛന്മാരോട് ഞാൻ പോയി പറഞ്ഞോളാം. എനിക്കിന്നൊന്ന് ആഘോഷിക്കാം. നീ പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ആ കുട്ടിയെ നന്നായി ഇഷ്ടപ്പെട്ടു ഡാഡി. ഓ, യു ലവ് ഹെർ സിൻസിയർലി? അതെ ഡാഡി. പിന്നെ ഷീസ് എ ക്രിസ്ത്യൻ. അത് പോകട്ടെ, വേറെയും ഉണ്ടല്ലോ തകരാറ്. അവൾക്ക് ഹൃദ്രോഗമുണ്ടെന്നല്ലേ നീ പറഞ്ഞത്? ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് അതൊരു ഓപ്പറേഷൻ കൊണ്ട് ഭേദമാക്കാവുന്നേ ഉള്ളൂ ഡാഡി. മോനെ, നിന്നെ ഞാൻ ഡോക്ടറാക്കിയത് ഭാവിയിൽ സന്തുഷ്ട കുടുംബജീവിതം നയിക്കാൻ കൂടിയാണ്. രോഗിണിയായ ഒരു ഭാര്യയെ, വെൽ, ഇറ്റ്സ് അപ് ടു യു. ഡാഡി എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഈ കാര്യത്തിൽ കൂടി ഓക്കെ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സ്നേഹത്തിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാകും മോനെ. ഡാഡി, യു ആർ റിയലി ഗ്രേറ്റ്. ഞാൻ എന്തായാലും വാക്കുകൊടുക്കാൻ പോവാണ്. അതാ നല്ലത്. രാജുവിനെ കാത്തിരുന്നിട്ട് കാര്യമില്ല. ഇത്രയും നല്ലൊരു അലയൻസ് കിട്ടാൻ പ്രയാസമാണ്. അത് തീരുമാനിക്കേണ്ടത് ശ്രീദേവിയല്ലേ? നിന്റെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്കെല്ലാം ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ്. എങ്കിൽ സേതുവിന്റെ കാര്യം ഉറപ്പിക്കാം. ഇന്ന് തന്നെ പോണോ? പോണം. നാളെ ഒരു ഓപ്പറേഷൻ ഉണ്ട്. ആ കുട്ടിയുടെ അച്ഛനോട് എന്നെ വന്ന് കാണാൻ പറയണം. പറയാം. കുട്ടിയുടെ ഫോട്ടോ ഇല്ല അല്ലേ? ഇല്ല, ഞാനതിനെ ഇങ്ങോട്ട് പറഞ്ഞുവിടാം. വേണ്ട, ആദ്യം അച്ഛൻ വരട്ടെ. ശരി. നീ ഡോക്ടർ ബാബുവുമായി തെറ്റിയെന്നും
അത് പോലീസ് കേസായെന്നും പറയുന്നത് കേട്ടല്ലോ. അത് നീ പറഞ്ഞില്ലല്ലോ. ഡാഡിക്ക് വിഷമമുണ്ടാവുമെന്ന് വെച്ച് ഞാൻ വിവരങ്ങളെല്ലാം അറിഞ്ഞു. സുരേഷ് എനിക്ക് എഴുതിയിരുന്നു. നീ ചെയ്തതെല്ലാം ശരിയാണ് മോനെ. ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു. താങ്ക് യു ഡാഡി. ഡാഡി സമയം ഒരുപാടായി. ഓക്കെ, ഗുഡ് ലക്ക്. ഹായ്. ഹലോ, പപ്പ ഇല്ലേ? ഇല്ല. ആ പിന്നെ ആ വാതർക്ക് ആ എല്ലാ സക്സസ്. ഹിന്ദോസിയമേ ജൈവത്തിൻ എത്ര മനോഹരമേ. പുരുഷ ശബ്ദം. മോളെ, ഡോക്ടർ സാറായിരുന്നു. ഇരിക്കണം. എന്താ മുഖത്തൊരു സന്തോഷം. ഒന്നുമില്ല, ജെൻസിയെ വിവാഹം കഴിക്കാൻ ഡാഡി സമ്മതം തന്നിരിക്കുന്നു. നേരോ? ആ മോളെ പായസം ഉണ്ടാക്കി. ഏയ്, ഒന്നും വേണ്ട. അത് പറ്റില്ല, സ്ക്വാഷ് എങ്കിലും. ഡാഡി എത്രയും വേഗം ചെന്ന് കാണണമെന്ന് പറഞ്ഞയച്ചു. അത് ഞാനോ? അതെ. പോകാമല്ലോ, ഉത്തരമാവല്ലോ. അങ്കിളുടെ സൗകര്യം പോലെ ഒന്ന് കണ്ടാ മതി. തിങ്കളാഴ്ച രാവിലെ തന്നെ ഞാൻ അവിടെ എത്തിയേക്കാം. മേൽവിലാസം നിന്നാ മതി. ആ, മോളുടെ കയ്യിൽ ഡോക്ടറുടെ ഡാഡിയുടെ മേൽവിലാസം ഉണ്ടല്ലോ. അപ്പോ മോക്ക് ഡോക്ടറുടെ അഡ്രസ് അറിഞ്ഞൂടായിരുന്നു? ജെൻസി ചോദിച്ചതുമില്ല, ഞാൻ പറഞ്ഞതുമില്ല. അത് ശരി. ആ, എനിക്ക് റിട്ടയർഡ് ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് AK മേനോൻ, അശോക് വില്ല, മോഡേൺ എസ്റ്റേറ്റ്, ചാലക്കുടി. AK മേനോൻ, അശോക് കുമാർ മേനോൻ. ഇദ്ദേഹത്തെയാണല്ലോ ഞാൻ ഇന്റർവ്യൂ നടത്തിയത്. Is it? അപ്പൊ ഡാഡി ജെൻസിയെ കണ്ടിട്ടുണ്ട്. ഡാഡി പറഞ്ഞില്ലേ? ഞാൻ ജെൻസിയുടെ പേര് മിസ് സേവിയർ എന്നാ പറഞ്ഞത്. എല്ലാ സസ്പെൻസ്. അത് നല്ലത് തന്നെ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ. ആ, എന്റെ മോള് ഭാഗ്യവതിയാണ്. എല്ലാം പുണ്യമാണ്.